സമവാക്യങ്ങൾ. ഇറാൻ-ഇസ്രയേൽ സംഘർഷം കേവലം അതിർത്തി തർക്കമല്ല. ഹോർമൂസ് കടലിടുക്കിലെ നിയന്ത്രണം ആഗോള സാമ്പത്തിക ക്രമത്തെ എങ്ങനെ ബാധിക്കുന്നു? ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയിൽ നിന്നും മാറി സ്വന്തം നിലപാട് സ്വീകരിക്കുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നിരീക്ഷണം. പഴയ സുഹൃത്തുക്കൾ ശത്രുക്കളാകുന്നു, പഴയ ശത്രു വ്യാപാരികളാകുന്നു, മിഡിൽ ഈസ്റ്റ് മാറുകയാണ്. റഷ്യൻ ഉക്രൈൻ യുദ്ധത്തിൻ്റെ 3-ാം വർഷം, ഇതിനൊരു അവസാനം എന്ന് യൂറോപ്യൻ രാജ്യങ്ങളിലെ ആഭ്യന്തര രാഷ്ട്രീയ മാറ്റങ്ങൾ, ഫ്രാൻസ്, ജർമ്മനി എന്നിവ തെരഞ്ഞെടുപ്പുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. നാറ്റോയുടെ വിപുലീകരണം റഷ്യ എത്രത്തോളം പ്രകോപിക്കുന്നു എന്നുള്ളത് ഒരു ആനുകാലിക വിഷയമാണ്. ഇത് കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല, മറിച്ച് പാശ്ചാത്യ രാജ്യങ്ങളും റഷ്യയും തമ്മിലുള്ള ആധിപത്യ പോരാട്ടമാണ്. ഡോളറിന് പകരക്കാരനായി ബ്രിക്സിൻ്റെ ഒരു മുന്നേറ്റം ഉണ്ട്. ബ്രിക്സ് പ്ലസ് രാജ്യങ്ങൾ സ്വന്തം കറൻസിയിലേക്ക് മാറുന്നത് ഗുണദോഷങ്ങൾ. ഇന്ത്യയുടെ രൂപയുടെ അന്താരാഷ്ട്ര ഇത് സാധ്യമാകുമോ? അമേരിക്കയുടെ സാമ്പത്തിക ഉപരോധങ്ങൾ എങ്ങനെ അവർക്ക് തന്നെ തിരിച്ചടിയാകുന്നു എന്നുള്ളതും ഈ അവസരത്തിൽ നമ്മൾ നിരീക്ഷിക്കേണ്ടതാണ്. ഡോളർ തകരില്ലായിരിക്കാം, പക്ഷേ ഡോളറിന് ഇനിയും ഏകപക്ഷീയമായ അധികാരമുണ്ടാകില്ല. ഇന്ത്യയുടെ നയതന്ത്ര വിജയം റഷ്യയുടെയും അമേരിക്കയുടെയും ഒരേ സമയം സൗഹൃദം പുലർത്തുന്ന ഇന്ത്യയുടെ തന്ത്രം ഗ്ലോബൽ സൗത്തിൻ്റെ ശബ്ദമായി മാറുന്നതിന് തുല്യമാണോ? 2026-ൽ ലോകം ഒരു വലിയ മാറ്റത്തിൻ്റെ വക്കിലാണ്. യുദ്ധങ്ങളെക്കാൾ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുക്കുന്നത്. ലോകത്തെ നയിക്കുന്നതും ആ നിലയ്ക്കായിരിക്കും. അതിൽ ഇന്ത്യക്ക് വലിയ റോളുണ്ട്. നിങ്ങളുടെ നിരീക്ഷണം എന്താണ്? നമ്മളൊരു ആഗോള യുദ്ധത്തേക്ക് നീങ്ങുകയാണോ? അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഗുഡ് ബൈ.